FCRA വിഷയത്തിൽ കൂദാശ തൊഴിലാളികൾ ഒറ്റക്കെട്ട്. പല പല ഓമനപ്പേരുകളിൽ മതപരിവർത്തനത്തിനായി ശതകോടികൾ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ BJP സർക്കാർ ആവിഷ്കരിച്ച FCRA നിയമഭേദഗതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി സകലമാന കൂദാശ തൊഴിലാളികളും ഒറ്റക്കെട്ടായി രംഗത്തെത്തി. ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക മത്തായി മൂന്നാമനും വരാലു തോമയും അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. യാതൊരു കാരണവശാലും BJP സർക്കാർ ഈ വിഷയത്തിൽ പിന്നോട്ട് പോകരുത്. കാരണം ഇവന്മാർ വിദേശത്തു നിന്നും എത്തിക്കുന്ന ഈ പണം ഉപയോഗിച്ച് ഇവിടെ സമാന്തര സർക്കാർ സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ നിയമഭേദഗതിയുമായി ഇവന്മാരെ ഭയപ്പെടാതെ BJP സർക്കാർ മുന്നോട്ട് പോകുന്ന പക്ഷം ക്രൈസ്തവ വിശ്വാസികൾ ഇവരോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പുതിയ FCRA ഭേദഗതി ബിൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെയെല്ലാം വളരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന ഒരു നിയമമാണ്. കാലാകാലങ്ങളായിട്ട് FCRA മുഖാന്തരം സഭയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന പണം വളരെ കർശനമായ നിയമങ്ങളിൽ പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെലവഴിക്കുന്നത്. വിദ്യാഭ്യാസം, ആതുര സേവന രംഗങ്ങൾ, അതുപോലെ സാമൂഹ്യ സേവനത്തിന് മന്ദബുദ്ധികളും വികലാംഗരുമായിരിക്കുന്നവർക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന്, അങ്ങനെയാണ് എൻ്റെ ചുമതലയിൽ ഞാനിതിനെ എടുത്തിട്ട് കഴിഞ്ഞ 35 വർഷക്കാലത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ FCRAയുടെ നിലവിലുള്ള നിയമങ്ങൾ കർശനങ്ങളാണ്. അവയെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായി യൂട്ടിലിറ്റി അക്കൗണ്ടും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിദേശത്തു നിന്നുള്ള പണം പലപ്പോഴും വിദേശത്തുള്ള നമ്മുടെ പള്ളികളിൽ നിന്ന് വരുന്നതായ നേർച്ചപ്പണം പോലും അത് സ്വീകരിക്കുവാൻ പാടില്ലാത്ത രീതിയിലുള്ള കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നത് സഭയെ എല്ലാം വീർപ്പുമുട്ടിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, അവ ചെലവഴിച്ചുകൊണ്ടുണ്ടാകുന്നതായ സാമൂഹ്യ സേവന പ്രവർത്തന മേഖലകളെല്ലാം ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം ഏറ്റെടുക്കാനുള്ളതായിരിക്കുന്ന നിയമമുണ്ടാകുന്നു എന്ന് പറയുന്നത് സഭകൾ ഇതുവരെ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹിക സേവനങ്ങളെയും വളരെ ആശങ്കയിലാർത്തുന്നു. മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാവും. ഉദാഹരണമായിട്ട് മലങ്കര സഭയിൽ 2-3 FCRA ബ്ലോക്ക് ചെയ്തിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണം അവർ പറയുന്നില്ല. എന്നാൽ അത് റിലീസ് ചെയ്യാൻ അപേക്ഷകൾ പല പ്രാവശ്യം കൊടുത്തു. റിന്യൂ ചെയ്യാൻ അതെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന് അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഇതുവരെയും അതിനെക്കുറിച്ച് ഏതാണ്ട് 2-3 മാസങ്ങളായി ഒരറിവും അതിനെക്കുറിച്ചില്ല. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര തലത്തിലാണിത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതവർ ചെയ്യാതെ ഇത്രമാത്രം കർശനമായിട്ട് നിൽക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശുശ്രൂഷകൾക്ക് എല്ലാ സഭകളെയും ബാധിക്കുന്ന ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ഈ പുതുതായി ഉണ്ടാക്കിയിരുന്ന ഭേദഗതി ബിൽ, FCRAയുടെ ഭേദഗതിയിൽ പുനഃപരിശോധിക്കണമെന്നുള്ളതും സഭകൾക്ക് പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ അതിനെ പുനഃപരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് സഭയ്ക്ക് പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ളത്. മാത്രമല്ല, ക്രൈസ്തവ സഭകളെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ നീക്കമായിട്ട് കാണുന്നത്. ന്യൂനപക്ഷങ്ങൾ വരുതിയിലാക്കുന്നതാണോ എന്ന് അറിവില്ല. കാരണം FCRA ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും എല്ലാം ഉണ്ട്. അവരെ എല്ലാം ബാധിക്കുന്നതാണ്. കാരണം ഹൈന്ദവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഒക്കെ ക്രിസ്ത്യൻ സംഘടനകളും എല്ലാം മതങ്ങളും എല്ലാം ഈ FCRAയുടെ വകുപ്പിൽ വരുന്നതാണ്. ഇനി എന്തിനാണിത് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല.
പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടോ ഒക്കെ ഉള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനാണോ ഇതിൽ കൂടെ ശ്രമിക്കുന്നതെന്ന് നമുക്ക് ആശങ്കയുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. നിർബാധം ഈ സഭയ്ക്ക് അതിൻ്റെ ശുശ്രൂഷ നടത്താനുള്ള അനുവാദം ഉണ്ടാകണം. മാത്രമല്ല, ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായ FCRAകളെല്ലാം റിലീസ് ചെയ്യാനും അത് റിന്യൂ ചെയ്യാനും ഉള്ള അനുവാദം കിട്ടണം. കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല എന്താണ്. പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും സഭകളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്തോട് ഈ രീതിയിൽ മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങൾ ഉത്തരേന്ത്യയിൽ അടക്കം ഉന്നയിച്ചുകൊണ്ട് പല ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണം പോലും അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ BJPക്ക് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പാണെന്നാണോ കരുതുന്നത്? അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ അതാണ് മനസ്സിലാകുന്നത്. ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടോ എന്ന് സഭകൾ സംശയിക്കുന്നുണ്ട്. കാരണം സഭകളുടെ പള്ളികളും ഒക്കെ സന്ദർശിക്കുകയും വ്യക്തികളെ സന്ദർശിക്കുകയും സഭാ നേതാക്കന്മാർക്ക് ക്രിസ്തുമസിനും മറ്റുള്ളതിനുമൊക്കെ വിരുന്ന് സൽക്കാരം നടത്തുകയൊക്കെ ചെയ്യുന്നത് സഭയുടെ നേതാക്കന്മാർ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് സഭകളുടെ മിഷൻ പ്രവർത്തന രംഗങ്ങളെ ഇത്രമാത്രം സ്ട്രിഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ ഇതെന്താണ് ഈ രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം സഭയെ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ഞങ്ങൾ വളരെയധികം ആശങ്കയോടാണ് ഇതിനെ കാണുന്നത്. ഈ വിഷയം വന്നതിന് ശേഷം BJP നേതാക്കൾ പറയുന്നത് സഭാ നേതാക്കളൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സഭയുമായിട്ട് ഈ നേതാക്കൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ട്? ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നതായ സമയത്ത് ഇപ്പോൾ എൻ്റെ സഭയിൽ തന്നെ പെട്ടതായ 3 FCRAകൾ ബ്ലോക്ക് ചെയ്തിട്ട് 2 വർഷത്തിലധികമായി. അത് റിന്യൂ ചെയ്ത് തരാൻ യാതൊരു കാരണവും അവർ പറയുന്നില്ല. അപ്പോൾ അത് ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് ആ വാക്കിന് അർത്ഥമില്ലെന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം ഇവിടെ സ്ഥാനാർത്ഥിയാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും BJP 2 മണ്ഡലങ്ങളിൽ കൂടി, തൊട്ടടുത്ത 2 മണ്ഡലങ്ങളിൽ കൂടിയുണ്ട്. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതല്ല, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളടക്കം ഈ സഭകളെയൊക്കെ തന്നെ ഒരു സമവായ നീക്കം അല്ലെങ്കിൽ അനുനയിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വല്ലതും നടത്തിയിട്ടുണ്ടോ? ഞങ്ങളാരും അങ്ങനെയുള്ളത് നടത്തിയിട്ടില്ല. അദ്ദേഹമായിട്ട് പ്രത്യേകമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ബില്ല് വന്നു, അതിനുശേഷം അദ്ദേഹം കാണാനോ ഒന്നും വന്നിട്ടില്ല, ചോദിക്കുകയും ചെയ്തിട്ടില്ല. ചുമതലയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആശങ്കപ്പെടേണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്രൈസ്തവ സഭകളെ മാത്രമല്ല എല്ലാതിനെയും ബാധിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ സൂചനയൊന്നും കിട്ടുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ ഇത്രയും നാളായിട്ട് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നതായ FCRA അക്കൗണ്ടുകൾ എന്തുകൊണ്ട് തുറന്നു തരുന്നില്ല? ആ തുറന്നു തരാനുള്ള ആശങ്കയാണ്. കാരണം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം വളരെ നിയമം അനുസരിച്ചും നിയമപരമായി യാതൊരു പ്രയാസവുമില്ലാതെ ഒരു തരത്തിലും പ്രശ്നങ്ങളുണ്ടാകാത്ത രീതിയിലാണ് FCRA ഫണ്ടുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒരു തകരാറും അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഒന്നും അല്ല എന്നാ പറയുന്നത്. പിന്നെ എന്തിന്റെ പേരിലാണ്? ഹൈബിയുടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ പിതാക്കന്മാരെ മോദിയുടെ മുഖത്ത് നോക്കി ഈ വിഷയം ചോദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മോദിയുമായിട്ട് ഡൽഹിയിൽ വെച്ച് കണ്ടതായ സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷന്റെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ജോൺ ബിർള അവിടെ കൽക്കട്ട എന്നുള്ള ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം ഈ ന്യൂനപക്ഷത്തിലുണ്ടായിരുന്നു. അതുപോലെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതായ വടക്കേ ഇന്ത്യയിലെ ഒരു രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ച് വിജയിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരായിരുന്നു അതിൻ്റെ ചുമതലയുണ്ടായിരുന്നത്. അവരോട് നേരിട്ട് ഞാൻ പോയി പറഞ്ഞിട്ടുള്ളതാണ് ഇത് മാറ്റണമെന്ന്. പക്ഷെ അവരൊന്നും ചെയ്യാമെന്ന് പറയുന്നതല്ലാണ്ട് ചെയ്യുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, ഒരുപാട് പേര് എന്തോ ന്യൂനപക്ഷങ്ങളെയാണ് ഇത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. ഭൂരിപക്ഷത്തെ ഇത് ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതുകൊണ്ട് ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന സഹായങ്ങൾ മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു രീതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവരെ ഒരുപാട് പേര് പിന്തുണ തേടി തെരഞ്ഞെടുപ്പ് കാലത്ത് അരമനയിലേക്ക് വരുന്നുണ്ട്. അതിൽ BJP
അവരോടൊക്കെ എല്ലാവരും വരും. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അപ്പോൾ ഒരു നിലപാട്? നമ്മൾ ഒരിക്കലും ഒരുത്തരോടും വൈരാഗ്യമായിട്ട് ഇടപെട്ടിട്ടില്ല. ഓർത്തഡോക്സ് സഭ പണ്ട് മുതലേ പറയുന്ന ഒരു സമവായ രീതിയിൽ പോകാനായിട്ട് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് കാരണം ഈ രാഷ്ട്രീയമായ രീതിയിൽ പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ ആൾക്കാർ ഈ 3 പാർട്ടിയിൽ പ്രധാനമായിട്ട് ഉണ്ട്. BJP-യിലും LDF-ലും UDF-ലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്, സ്ഥാനാർത്ഥികൾ വരെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പക്ഷം പിടിക്കാനായിട്ട് ഒക്കുകയില്ല. സ്ഥാനാർത്ഥികളാരും നമ്മളോട് ആവശ്യപ്പെട്ടില്ല, ചോദിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയോട് താങ്കൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഈ ബില്ല് പിൻവലിക്കണമെന്നുള്ളതാണോ ആവശ്യം? പുതിയ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ കേന്ദ്ര സർക്കാരുമായി നടത്തിയിട്ടുണ്ട്? ബില്ലിനകത്ത് വരുന്നതായ സഭകളെ വീർപ്പ് മുട്ടിക്കുന്നതായ കാര്യങ്ങൾ, അതായത് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുമെന്നും അതുപോലെയുള്ളതായിരിക്കുന്ന ഏതെങ്കിലും കാരണവശാൽ ഈ FCR അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായ ആ വ്യവസ്ഥകൾ മാറ്റി അതിന് മാറ്റണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ല, അതിപ്പോ ഈ പുതിയ നേരത്തെ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് മാറ്റി കിട്ടണമെന്ന് പറഞ്ഞു. അത് 2 വർഷം മുമ്പാണ് ബ്ലോക്ക് ചെയ്ത് കിട്ടുന്നത്. ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ ബില്ല് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ FCRAയുടെ പണം കൊണ്ട് വരുന്നതായ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനെയെല്ലാം അത് ഏറ്റെടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെയധികം ദോഷം ചെയ്യുന്നതൊരു കാര്യമാണ്. അതിന് മാറ്റം വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്ര സർക്കാർ FCRA നിയന്ത്രണ ബില്ല് കേന്ദ്രമന്ത്രിസഭ അതിന് അംഗീകാരം കൊടുക്കുകയും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും ഇപ്പോൾ തന്നെ ഭാരതത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. അതിൽ വളരെ കർശനമായ ഉപാധികളോടുകൂടി മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിലവിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കുകയും അവർ വളരെ കൃത്യമായിട്ട് അതെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇപ്രകാരം ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു കൺസേൺ ആണ്. അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും അവരുടെ പ്രസ്താവനകളിലൂടെ അത് അറിയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ വിദേശ സഹായം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ ഇവിടുത്തെ ഒരു ട്രസ്റ്റിന് കൊടുക്കുന്ന സഹായവും വിദേശ സഹായമാണ്. വിദേശ മലയാളികളുടെ ട്രസ്റ്റുകളാവാം, വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാരെ നമ്മുടെ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന ഇതെല്ലാം FCRA വഴി മാത്രമേ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും അതുപോലെ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് കരുതേണ്ടതിന് പകരം അതിനെയെല്ലാം ഒരു ഏതാണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദേശ സഹായം സ്വീകരിക്കുന്നത്? ഏറ്റവും കൂടുതലും വിദേശികളും നമ്മൾക്ക് ട്രസ്റ്റുകൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യ ഭവനങ്ങൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അംഗവൈകല്യം എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസിക സവിശേഷതകളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഭവനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടു പോകുവാനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ സഹായം ലഭിക്കുന്നത്. അത് വിദേശ സഹായം എന്ന് പറയുന്നത് വിദേശികൾ അവരുടെ ഒരു ദശാംശം, അവരുടെ സമ്പത്തിൻ്റെ ഒരംശം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നൽകുമ്പോൾ അത് പാവപ്പെട്ട രാജ്യങ്ങളിലെ ട്രസ്റ്റുകൾ വഴി ആ വ്യക്തികൾക്ക് കൊടുക്കുന്നു. ഇതാണ് ഈ വിദേശ ഫണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആരാധനാലയങ്ങൾ പണിയാനായിട്ട് അവർ സഹായം തന്നിട്ടുണ്ട്. ഇതെല്ലാം അവരും വെറുതെ തരുന്നതല്ല, അവർ വ്യക്തമായ
ലക്ഷ്യങ്ങളോടുകൂടി മാത്രമേ അവരും ഫണ്ട് തരത്തുള്ളൂ. അത് കൃത്യമായിട്ട് ഇവിടെ വിനിയോഗിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തും. അപ്പോൾ നിയമപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് റദ്ദാക്കാനും ഒക്കെയുള്ള അധികാരം ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പം ഞങ്ങളെ ഇവിടെ അല്പമെങ്കിലും കുറേയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ FCRA ഉപയോഗിച്ച് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത കോളേജുകളോ സ്കൂളുകളോ ആരാധനാലയങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനും പിന്നെ അത് വിൽക്കാനും, ആ വിറ്റിട്ട് അതിൻ്റെ പണം മറ്റൊരു ഫണ്ടായിട്ട് രൂപീകരിക്കാനും ഒക്കെ ആയിട്ട് അവർ ഒരു നിയമം കൊണ്ടുവരികയാണ്. നമുക്ക് അതൊക്കെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നമ്മൾ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കോളേജുകൾ, പഴയ കോളേജുകളിലെല്ലാം തന്നെ വിദേശ ഫണ്ടിങ് മൂലം ഇവിടെ നിലവിൽ വന്നിട്ടുള്ളതാണ്. അതുവഴി എത്രയോ പേര് പഠിച്ചിറങ്ങിപ്പോയി, നാനാജാതി മതസ്ഥര്. അപ്പോൾ അതൊക്കെ അത് നടത്തുന്ന ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് ആ കോളേജുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം പിടിച്ചെടുക്കുക, ആ സമ്പത്ത് അത് കൈമാറ്റം ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു അധികാരം ഇതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ ആരാധനാലയങ്ങൾ പോലും ഏറ്റെടുക്കാം, അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്താതെ അത് മറ്റൊരു സംവിധാനത്തിലേക്ക് അത് കൈമാറാം. പിന്നീട് വീണ്ടും ഈ ലൈസൻസ് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് നൽകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് കുറേയൊക്കെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് കുറേ നന്മ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുഗ്രാമങ്ങളിൽ പോലും ഇന്ന് ഒത്തിരിയേറെ ജനോപകാരപ്രദമായ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തുന്ന ട്രസ്റ്റുകളുണ്ട്. അവരൊക്കെ ആ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ആ സ്ഥാനം ഏറ്റെടുക്കുമോ? അതൊട്ടില്ലതാനും. അപ്പോൾ ആ രീതിയിൽ കുറേ നന്മ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു ബില്ല് കൊണ്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കണമെന്ന്. ദൗർഭാഗ്യവശാൽ നമ്മുടെ MP-മാരെല്ലാം നാട്ടിലാണ്. പാർലമെൻറ്റിൽ അവർക്ക് ശബ്ദമുയർത്താൻ പോലും സാധിക്കുന്നില്ല. അവരെല്ലാം തന്നെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവരെല്ലാവരും തന്നെ ആ സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് പലർക്കും ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഈ സമയത്ത് ഇത് അവതരിപ്പിച്ച് ചർച്ചകളില്ലാതെ പാസ്സാക്കിയെടുക്കാനാണോ എന്നൊക്കെ ഞങ്ങൾ ഗൗരവമായിട്ട് സംശയിക്കുന്നുണ്ട്. തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് നിയന്ത്രിക്കണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വിദേശ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സർക്കാർ പരിശോധിച്ചോട്ടെ. അതിന് ഇപ്പോൾ തന്നെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസയുടെ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അവരുടെയും ഈ FCRA അക്കൗണ്ട് മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതായാലും വീണ്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ചില നിയമങ്ങൾ മൂലമാണ് അവരുടെ പല ഭവനങ്ങളും അവർ നിർത്തലാക്കി. അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഈ രാജ്യത്തെ പൗരന്മാർക്കല്ലേ, അല്ലാതെ അവർക്കെന്താണ്? ഇപ്പോൾ ഞങ്ങൾ ഒരു ബോയ്സ് ഹോമോ ഒരു ഗേൾസ് ഹോമോ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ഭവനം പൂട്ടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ തെരുവുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കരങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നഷ്ടം ഈ സർക്കാരിന് തന്നെയല്ലേ. കാരണം അവരുടെ പൗരന്മാരെയല്ലേ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനും പഠിപ്പിക്കാനായിട്ടും എല്ലാം ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ FCRA ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് NGO-കൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അത് നാനാജാതി മതസ്ഥരുടേതാണ്. ഭൂരിപക്ഷക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം ചിലപ്പോൾ അവരിൽ പലർക്കും തന്നെ FCRA കാണും. പക്ഷേ ഈ ബില്ല് കൊണ്ടുവരുന്നതിന് ആമുഖമായിട്ട് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, മതപരിവർത്തനം നിയന്ത്രിക്കാനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് വീണ്ടും ടാർഗറ്റഡ് ആകാനായിട്ട് പോകുന്നത് ന്യൂനപക്ഷങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് ആ രീതിയിൽ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ തന്നെ എത്രയോ
എത്രയോ പേരാണ് ജയിലിൽ കിടക്കുന്നത്, എത്രയോ ദൗർഭാഗ്യകരമായ രീതിയിലാണ് ആ നിയമം ദുരുപയോഗിക്കപ്പെടുന്നത്. എന്തു വന്നാലും മതപരിവർത്തനം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ യൂണിഫോം ഇടാത്തതിന് വഴക്ക് പറഞ്ഞാൽ പോലും മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കേസ് വരികയാണ്, സ്കൂളിലെ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി വരികയാണ്. അപ്പോൾ ഏത് രീതിയിലും ഇപ്പോൾ തന്നെ മതപരിവർത്തന നിയമം ദുരുപയോഗിക്കപ്പെടുമ്പോൾ ഇതും കൂടെ കൊണ്ടുവരികയാണ് മതപരിവർത്തനത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു. എൻ്റെ ഒരു വലിയ വിശ്വാസം ഒരു പട്ടാള ഭരണത്തിലോ അല്ലെങ്കിൽ വലിയ വളരെ ക്രൂരമായ ഒരു സ്വേച്ഛാധിപത്യത്തിലോ ഒക്കെ നിർബന്ധിത മതപരിവർത്തനം നടക്കുമായിരിക്കും. ഒരു ജനാധിപത്യത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുമെന്നുള്ളത് അതൊരു വലിയ മണ്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മനുഷ്യനും അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാലോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്താലോ അവൻ്റെ ദൈവത്തെ വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായ ബോധ്യങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ മതപരിവർത്തനം നടക്കാൻ സാധ്യതയുള്ളൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ചയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദേശ ഫണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കുടിവെള്ള പദ്ധതികളിൽ പോലും വിദേശ ഫണ്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ജപ്പാൻ കേരളത്തിലല്ലല്ലോ, അപ്പോൾ അവരുടെ ആ സർക്കാരിൻ്റെ ഫണ്ടിങ്ങാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ ജനത്തിന് കിട്ടുന്ന പല സഹായങ്ങളും ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് ലഭിക്കുന്ന പല സഹായങ്ങളും വിദേശ ഫണ്ടോട് കൂടിയാണ് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് അവരുടെ പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാർ അവരുടെ ഒരു കാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് നമ്മുടെ ചില ട്രസ്റ്റുകളെ, വിശ്വസനീയമായ ട്രസ്റ്റുകളെ ഈ പണം ഏൽപ്പിച്ചിട്ട് ഇത് നൽകുകയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രളയം ഉണ്ടായി, ആ കാലഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും ഫണ്ട് NGOകൾ വഴി ഇവിടെ എത്തി. അതുകൊണ്ടൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മുടെ ജനത്തിന് അതിൽ നിന്നൊക്കെ തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നാമത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വിഷയമാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗൗരവമായിട്ട് നമ്മുടെ ജനം ഇതിനെ പരിഗണിച്ച് തുടങ്ങിയിട്ടില്ല. ഇത് കുറച്ച് ട്രസ്റ്റുകളുടെ പ്രശ്നമായിട്ട് മാത്രമേ അവർ കരുതുന്നുള്ളൂ. പക്ഷേ ഇതിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കപ്പെടുമോ എന്നുള്ള വലിയൊരു ഭീതി ഇവിടെയുണ്ട്. ഗൗരവമായ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യതകൾ നോക്കും. കാരണം കഴിഞ്ഞ ദിവസമാണല്ലോ ഇത് അവതരിപ്പിച്ചത്, 3 ദിവസമേ ആയിട്ടുള്ളൂ. അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പും നമുക്ക് ലഭിച്ചിരുന്നില്ല. ഉണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ CBCI ലെവലിൽ ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് സാധ്യമായ രീതിയിലുള്ള ഒരു സംഭാഷണം നടത്തും. കാരണം അത് മാത്രമേ ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാരുമായിട്ടൊരു സംഭാഷണത്തിൻ്റെ വഴി തുറക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏത് രീതിയിലാണ് ഇത് എത്രമാത്രം നമ്മുടെ ആൾക്കാരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മളിനി പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഏത് നിയമം വന്നാലും, ഇപ്പോൾ ഉദാഹരണത്തിന് മതപരിവർത്തന നിയമം വന്നാൽ കേസ് ആർക്കെതിരെയാണ്? 1 or 2 മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ മാത്രമേ കേസുള്ളൂ. ഭൂരിപക്ഷ മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കേസില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ഈ നിയമങ്ങളൊക്കെ ബാധിക്കുന്നത് ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളെ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ കൂടുതൽ പഠനങ്ങളുടെ ആവശ്യമുണ്ട്. പ്രത്യക്ഷമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 കണക്കിന് ഏജൻസികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ രൂപതകളുണ്ട്, കോൺഗ്രിഗേഷൻസ് ഉണ്ട്, അവരൊക്കെ ഒത്തിരി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. പൊടുന്നനമേ അവർക്ക് ലൈസൻസ് പിൻവലിക്കാം, ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഇവർ പഴയകാലത്ത് ഉൾപ്പെടെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, അവർ പണിതുയർത്തിയ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. ഇതാണ് പ്രത്യക്ഷമായിട്ടുള്ള അതിൻ്റെ പ്രശ്നം. അതോടെ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിന്നു പോകുന്നു. ആ സ്ഥാപനങ്ങൾ അതിൻ്റെ ആസ്തികളും ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാമെന്നുള്ള വളരെ വിചിത്രമായ ഒരു നിയമമാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്.
ആവശ്യങ്ങളുണ്ടാകുന്നത്. ഓ, ക്രിസ്ത്യൻ സഭയ്ക്ക് ഉൾപ്പെടെ എതിരായിട്ടുള്ള ഒരു നിയമമാണ്, അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ ഇതിലുണ്ടെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഞങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയോ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കാൻ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾക്കത് ആഗ്രഹമില്ല. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് ചില പ്രത്യേക മതവിഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളത് ആശങ്ക ഉണവാക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരുപാട് വിഷയങ്ങൾ സാധ്യതകളുടെ കാർഷിക മേഖലയിലെ പ്രശ്നം, അധ്യാപന നിയമനം, ഇങ്ങനെയൊക്കെയുള്ളത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വിശ്വാസികളുടെ പ്രതിഫലനം നമ്മൾ സഭയുടെ ഒരു ദൗത്യം എപ്പോഴും മനസാക്ഷി രൂപീകരണത്തിലാണ്. അതായത് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസ പരിശീലനവും മനസാക്ഷി രൂപീകരണമാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത് വിലയിരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ കേരളം പോലെ വളരെ സാക്ഷരതയുള്ള ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറേ പാസ്സായി വരുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ വിഷയത്തിൽ ജനപ്രതിനിധികളുമായിട്ട് നമ്മുടെ കേരളത്തിലെ MP-മാരുമായിട്ട് സംസാരിക്കാനായിട്ടിടയായി. പക്ഷേ അവർ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, അവരാരും ഇപ്പോൾ പാർലമെൻറ്റിലില്ല. പക്ഷേ അവരുടെ മറ്റ് ഉത്തരേന്ത്യൻ അവരുടെ സുഹൃത്തുക്കളും അതുപോലെ പാർട്ടി കൊളാബറേറ്റേഴ്സും വഴി ഇത് തീർച്ചയായിട്ടും ലോക്സഭയിൽ ഉന്നയിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നിയമം അവതരിപ്പിച്ചതേ ഉള്ളൂ. അതിൻ്റെ ചർച്ചയും വോട്ടെടുപ്പും ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധമായ ഇതിൻ്റെ ക്ലോസുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.